Welcome to Account Academy. My dear students and friends, today I am about to take subsidiary journal, especially the cash book, 2-column cash book with the cash and bank columns. Subsidiary journal ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് 2-column cash book, അത് ക്യാഷ് കോളം വിത്ത് ബാങ്ക് കോളം, അതാണ് എടുക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് വാട്ട് ഈസ് മെൻ ബൈ ദിസ് ക്യാഷ് ബുക്ക് ഓർ വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് സബ്ഡിവിഷൻ ഓഫ് ജേണൽ? എന്താണ് സബ്ഡിവിഷൻ ഓഫ് ജേണൽ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം എവറി ട്രാൻസാക്ഷൻ ഈസ് ജേണലൈസ്ഡ് ആൻഡ് പോസ്റ്റഡ് എന്ന് നമ്മൾ ആദ്യം കണ്ടു. ബട്ട് ഇൻ എ ലാർജ് ഓർഗനൈസേഷൻ, if every transaction is going to be journalized and then posted into ledger, it will take volumes of work. It is a laborious work. വളരെ വലിയ ഒരു വർക്കാണത്. അത് എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റില്ല. Not to simplify all this work, എന്താ ചെയ്ത് നമ്മൾ ഓപ്പൺ സബ്സിഡിയറി ജേണൽ. സബ്സിഡിയറി ജേണൽ എന്ന് പറയുമ്പോഴത്തേക്കും പല ഐറ്റംസ് ഉണ്ട്, ക്യാഷ് ബുക്ക് കൂടാതെ തന്നെ. ഓൾ ദി ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലാണ്. അപ്പം അതിന് ജേണൽ എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? വെൻ എ ക്യാഷ് ട്രാൻസാക്ഷൻ ടേക്സ് പ്ലേസ്, വി ഡോണ്ട് പ്രിപ്പയർ ജേണൽ, വി ഡോണ്ട് ജേണലൈസ്, ബട്ട് ഇൻസ്റ്റഡ് വി എൻ്റർ ഇൻ ദാറ്റ് ട്രാൻസാക്ഷൻ ഇൻ ദ ക്യാഷ് ബുക്ക്. അപ്പോൾ അത് ആ ജേണലൈസിങ്ങിൻ്റെ ഭാഗം തീർന്നു. അതുപോലെ തന്നെ other items are there. Credit transactions are there. That is credit purchases. For credit purchases, we will maintain a book, that is purchase book. For credit sales, we will maintain sales book. For return outward, that means when we purchase and then return it, then purchase return book or return outward book, that will be. And if we sell goods and then they return the goods, that is return inward book or sales return book. Then there are bills receivables and bills payables, and for that book another book is also kept, that is bills receivable book, bills payable book, and for petty payments petty cash book is maintained. So these are the various types of books, various types of subdivision journal we prepare or we maintain in an organization. Now we discuss only the cash book, that is 2-column cash book with the bank column. Cash book is the preparation, the format is similar to the ledger account. ഒരു ലെഡ്ജർ അക്കൗണ്ടിന് സമാനമാണ് ഏത് ക്യാഷ് ബുക്കിൻ്റെ ആ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അവിടെ 2 accounts are maintained here, that is cash then bank. As a result of this, we avoid certain functions like journalizing and ലെഡ്ജർ പോസ്റ്റിംഗ്. 2 കാര്യങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കാം ക്യാഷ് ബുക്ക് എഴുതി കഴിഞ്ഞാൽ. ജേർണലൈസ് സാധാരണ രീതിയിൽ ജേർണലൈസ് ചെയ്യുന്ന പോലെ ചെയ്യേണ്ട, മറിച്ച് ഈ ക്യാഷ് ബുക്കിൽ മെയിൻറ്റെയിൻ ചെയ്താൽ 2 കാര്യങ്ങൾ, അത് ജേർണലൈസിൻ്റെ ഭാഗമാകും, അതുപോലെ തന്നെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമാകും. അതൊരു ജേർണലുമാണ് ലെഡ്ജറുമാണ്. ഈ ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതൊരു ജേർണലാണ്, അറ്റ് ദ സെയിം ടൈം ദാറ്റ് ഇസ് എ ലെഡ്ജർ ഓൾസോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്കൂട്ടാൻ സാധിക്കും. ഇതാണ് ഒരു ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ. ക്യാഷ് ബുക്ക് 2-column ക്യാഷ് ബുക്ക്. ഈ 2-column ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് തിങ്സ് വി ഹാവ് ടു റിമെമ്പർ, അത് നമുക്ക് ഇത് ഒരു പ്രോബ്ലം കണ്ടുകൊണ്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരുപാട് സബ്സിഡിയറി ജേർണൽസ് ഉണ്ട്, ബട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാഷ് ബുക്ക് 2-column ക്യാഷ് ബുക്ക്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിനുശേഷം ബാങ്ക് റിക്കൺസിലേഷൻ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അവിടെയും നമ്മൾ ക്യാഷ് ബുക്കും ബാങ്ക് പാസ്ബുക്കും തമ്മിലുള്ള റിക്കൺസിലേഷനാണ് നടത്തുന്നത്. അപ്പോൾ അവിടെ എന്താണ് നമുക്കറിയണം, വാട്ട് ഈസ് ക്യാഷ് ബുക്ക് എന്നറിയണം. ആ ക്യാഷ് ബുക്കിനെ അവിടെ മെയിൻ ചെയ്യുന്നത് എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ക്യാഷ് ബുക്ക് നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യാം, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് റിക്കൺസിലേഷനിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നോക്കുക, നമുക്ക് ക്യാഷ് ബുക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ അതിൻ്റെ ഫോർമാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ലെഡ്ജർ അക്കൗണ്ട്. ഒരു ലെഡ്ജർ അക്കൗണ്ടിന് സമാനമാണ് ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. 2-column ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് കോളമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം ഡേറ്റ് ഉണ്ട്, പർട്ടിക്കുലേഴ്സ് ഉണ്ട്, ലെഡ്ജർ ഫോളിയോ LF ആണ്. കാരണം ഇത് ജേണൽ സമാനമാണ്, അതുകൊണ്ട് LF. കാരണം ഇതിലെ ഓരോ ഐറ്റവും വി വിൽ ഹാവ് ടു പോസ്റ്റ് ഇൻ ദ ലെഡ്ജർ. ദ അതർ items will be we will open accounts for the other items and
ദ ഹൗ ടു ബി പോസ്റ്റഡ്. അപ്പോൾ അതിൻ്റെ ആ പേജ് നമ്പർ നമ്മളിവിടെ LF ഉണ്ട്. അതേപോലെ തന്നെ ക്യാഷ് കോളം, ബാങ്ക് കോളം ഓൺ ദ ഡെബിറ്റ് സൈഡ്. ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓൾസോ ദർ ഇസ് ക്യാഷ് കോളം ആൻഡ് ബാങ്ക് കോളം. അവിടെയുണ്ട് LF കോളം. ഡേറ്റ് വൈസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഇത് ഡേ ബുക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് 1798 തൊട്ട് 31/7/98 വരെയുള്ള പീരീഡിലേക്കാണ്. 1 മന്ത് പീരീഡിലേക്കാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. നോക്കുക, ഓരോ എൻട്രി നമുക്ക് നോക്കിയാൽ വി ക്യാൻ അനലൈസ് ഇറ്റ്. ഓപ്പണിംഗ് ബാലൻസ് ഓൺ 1798 there is an opening balance of 600 in the cash box, and in the bank account there is a balance of rupees 9670. അതാണ് നമുക്കുള്ള ബാലൻസ്. Then the first transaction is we received cash from Arun's. Here we have to understand, here only in this cash book we have to understand that only the cash transactions are there. When we receive cash, that is recorded. Here we have to understand that Arun is a person who has to give money to us. അതായത് അരുൺ എന്ന് പറഞ്ഞ ആൾ നമുക്ക് പണം തരാനുള്ള ആളാണ്. അയാൾ പണം തന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അരുൺ 2000 എഴുതി തന്നു. Then we will write what cash account letter to അരുൺസ് അക്കൗണ്ട്. ഇവിടെ ക്യാഷാണ് വന്നത്, അതുകൊണ്ട് നമ്മൾ ക്യാഷ് കോളത്തിൽ എഴുതുക എന്നുള്ളതാണ്. ക്യാഷ് വന്നതുകൊണ്ട് ക്യാഷ് കോളത്തിൽ എഴുതുക. ക്യാഷും ഉണ്ട്, ബാങ്ക് കോളം ഉണ്ട്. ഇവിടെ നമ്മുടെ ക്യാഷാണ് വന്നത്, ക്യാഷ് കോളത്തിൽ എഴുതുക. നെക്സ്റ്റ് നമുക്ക് വന്നത് 4798 ആണ്. 4798. അന്ന് ആ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ വി പെയ്ഡ് മണി ടു അസർ. അസർ എന്ന് പറഞ്ഞ ഒരാൾ. അപ്പം നമുക്ക് വി ക്യാൻ അസ്യൂം ദാറ്റ് ഹീ ഈസ് എ ക്രെഡിറ്റർ ടു അസ്. നമ്മൾക്ക് ഒരു ക്രെഡിറ്ററാണ്, ഒരു സപ്ലയർ ഓഫ് ഗുഡ്സ് ആണ്. ദാറ്റ് മീൻസ് വി ഹാഡ് ബോട്ട് ഗുഡ്സ് ഫ്രം ഹിം. നമ്മൾ നേരത്തെ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൺ അക്കൗണ്ട് ഓഫ് ദാറ്റ് ഹി ഹാഡ് ടു ബി പെയ്ഡ് rupees 830. അത് നമ്മൾ കൊടുക്കുന്നത് വി ഇഷ്യൂഡ് എ ചെക്ക്. നമ്മൾ കൊടുത്തത് ചെക്കാണ്. വി ഇഷ്യൂഡ് എ ചെക്ക് ഓൺ 4798. സോ വി വിൽ റൈറ്റ് അസറ്റ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. അസറ്റ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. അങ്ങനെ വരുമ്പോൾ എന്തൊരു ബൈ അസറ്റ്സ് അക്കൗണ്ട് എമൗണ്ട് 830. ദെൻ നെക്സ്റ്റ് ഓൺ 6th July we bought goods, we purchased goods for rupees 2100 and issued check. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ചെക്കാണ് ഇഷ്യൂ ചെയ്തത്. അവിടെയും നമ്മൾ എന്താ ചെയ്യേണ്ടത്? പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. അവിടെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ബാങ്കിനെയാണ്. അതുകൊണ്ട് ഇവിടെ എഴുതുന്നത് നമ്മൾ ബാങ്ക് കോളത്തിലാണ് എഴുതുക. ബാങ്ക് കോളത്തിൽ 2000 നോക്കുക. ക്യാഷാണ് കൊടുത്തിരിക്കുന്നത്, നമ്മൾ ഇവിടെ എഴുതിയാൽ മതി. ക്യാഷ് കോളത്തിൽ എഴുതണമായിരുന്നു. ഇവിടെ ചെക്കാണ് കൊടുത്തത്, അതുകൊണ്ട് നമ്മൾ 2100. ഇനി അനദർ ട്രാൻസാക്ഷൻ ഈസ് ദാറ്റ് ഓൺ 8th July we remitted 2100 into ബാങ്ക്. ബാങ്കിൽ നമ്മൾ 2200 രൂപ ബാങ്കിൽ റെമിറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യമുണ്ട്. എന്താണ്? ഇവിടെ നമ്മളൊരു കാര്യം കാണിച്ചിട്ടുണ്ട്. എന്താ? ആ എൻട്രിക്ക് നേരെ സി എന്ന് പറഞ്ഞ LF കോളത്തിൽ സി എന്ന് പറഞ്ഞ 2 നമ്മൾ അക്ഷരങ്ങൾ കാണിച്ചിട്ടുണ്ട്. വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? അതെന്താണ് കാണിക്കുക? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് കോൺട്ര എന്നാണ് കാണിക്കുന്നത്. എന്താ കോൺട്ര എന്ന് പറഞ്ഞാൽ? ആക്ച്വലി കോൺട്ര എന്ന് പറഞ്ഞാൽ വൺ എൻട്രി അപ്പിയേഴ്സ്. വെൻ വൺ എൻട്രി അപ്പിയേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ്, then it is called contra. But for any transaction an account cannot be debited and credited. ഒരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അക്കൗണ്ട് തന്നെ ഡെബിറ്റ് ചെയ്യാനോ ക്രെഡിറ്റ് ചെയ്യാനോ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെ കോൺട്ര വരാനും സാധ്യതയില്ല. ബട്ട് ഹിയർ ഇൻ ദിസ് കേസ്, ദാറ്റ് മീൻസ് ഇൻ ദിസ് കേസ് ഐ മീൻ ഇൻ ദി കേസ് ഓഫ് ക്യാഷ് ബുക്ക്, അവിടെ 2 accounts ആർ മെയിൻറ്റെയിൻഡ്. ഏതൊക്കെയാണ്? ക്യാഷ് അക്കൗണ്ട് ആൻഡ് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ക്യാഷിനെയും ബാങ്കിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു എൻട്രി വരികയാണെങ്കിൽ, അതായത് ക്യാഷ് വെൻ വി ഡെപ്പോസിറ്റ് മണി ഇൻ ടു ബാങ്ക്, രണ്ടിനെ എഫക്റ്റ് ചെയ്യും. ക്യാഷിനെ എഫക്റ്റ് ചെയ്യും, ബാങ്കിനെ എഫക്റ്റ് ചെയ്യും. വെൻ വി വിഡ്രോ മണി ഫ്രം ബാങ്ക്, അപ്പോഴും ക്യാഷിനെ എഫക്റ്റ് ചെയ്യും, ബാങ്കിനെ എഫക്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒന്നിന് ക്യാഷിന് ഡെബിറ്റോ ക്രെഡിറ്റോ കിട്ടും, അല്ലെങ്കിൽ ബാങ്കിന് ഡെബിറ്റോ ക്രെഡിറ്റോ കിട്ടും. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻസ് അവിടെ. അപ്പോൾ ക്യാഷ് ബുക്കിൽ എന്തുണ്ടാവും? 2 സൈഡിലും ഒരു എൻട്രി വരും. ഒരു എൻട്രി 2 സൈഡിലും അപ്പിയർ ചെയ്യും. അങ്ങനെയുള്ള കേസിൽ ക്യാഷ് ബുക്കിൽ എന്തുണ്ട്? കോൺട്രാ എൻട്രിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ കോൺട്രാ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? വെൻ ആൻ എൻട്രി അപ്പിയേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ക്യാഷ് ബുക്ക്, ഇറ്റ് ക്യാൻ ബി കോൾഡ് ഓർ ഇറ്റ് ഈസ് കോൾഡ് കോൺട്രാ എൻട്രി. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക.
വി റെമിറ്റഡ് മണി ഇൻ ടു ബാങ്ക് 2100. അപ്പോൾ നമ്മൾ എൻട്രി വരുന്നത് എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 2000. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അവിടെ നമ്മൾ സി ഇട്ടു. അതുപോലെ തന്നെ ഇവിടെ ബൈ ബാങ്ക് ക്യാഷ് കോളത്തിലാണ് എഴുതുന്നത്. ടു ക്യാഷ് എന്നെഴുതി ബാങ്ക് കോളത്തിൽ, ബൈ ബാങ്ക് എന്നെഴുതി ക്യാഷ് കോളത്തിൽ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 8th കഴിഞ്ഞാൽ 12th ആണ്. 12th നമ്മൾ വി സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് ചെക്ക്. നമ്മൾ പണം ബാങ്കിലേക്ക് വന്നു, സാധനം വിറ്റതാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. നോക്കുക, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 12th. അപ്പോൾ ബാങ്ക് കോളത്തിൽ നമ്മൾ 900 എഴുതുക. ദെൻ നെക്സ്റ്റ് ഐറ്റം ഓൺ 15th സംഭവം വി റിസീവ്ഡ് ക്യാഷ്, വി റിസീവ്ഡ് ചെക്ക് ഫ്രം അനിൽ ഓർ അനിൽ ട്രാൻസ്ഫേർഡ് മണി ടു അവർ ബാങ്ക്. ഇതാണ് 1100. അപ്പോൾ നമ്മൾ അനിൽ ആരായിരിക്കണം? നമ്മുടെ ഒരു ഡെറ്റർ ആയിരിക്കണം. ഹി മേ ബി എ ഡെറ്റർ ടു അസ്. സോ വെൻ വി റിസീവ്ഡ് മണി, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു അനിൽ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു അനിൽ. അനിലിൻ്റെ പർട്ടിക്കുലർസ് കൊടുത്തൽ അനിൽ, ബാങ്ക് കൊടുത്തൽ 1100. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഓൺ 17th. ഓൺ 17th നമ്മളെന്താ ചെയ്ത്? നമുക്ക് വി റിസീവ്ഡ് മണി ഫ്രം ബാങ്ക്. ദാറ്റ് മീൻസ് വി വിഡ്രൂ മണി ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്ന് നമ്മൾ പണം എടുത്തു. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് 17th ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എവിടെ കാണിക്കണം? ക്യാഷ് കോളത്തിൽ. അതേ സമയം തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ 900 ഇവിടെ കാണിക്കണം, ബൈ ക്യാഷ് എന്ന് എഴുതിയിട്ട് ബാങ്ക് കോളത്തിലും കാണിക്കും. അതും എന്ത് തന്നെയാണ്? അതും ഒരു കോൺട്രാ എൻട്രി തന്നെയാണ്. കാരണം ഒരു എൻട്രി തന്നെ, ഈ 900 തന്നെ ഇവിടെയും അപ്പിയർ ചെയ്യപ്പെടുന്നു. ഒരു എൻട്രി തന്നെ, ആ ഒരു ട്രാൻസാക്ഷൻ തന്നെ ബോത്ത് സൈഡ്സിലും അപ്പിയർ ചെയ്യുന്നു. അതുകൊണ്ട് അതൊരു കോൺട്രാ എൻട്രിയാണ്. നെക്സ്റ്റ് 17th കഴിഞ്ഞാൽ അടുത്തത് 19th ആണ്. 19th എന്ത് സംഭവിച്ചു? വി പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ചെക്ക്. അതെങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മൾ ചെക്കാണ് ബാങ്ക് കോളത്തിലാണ് കാണിച്ചിരിക്കുന്നത്. വി പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ചെക്ക്. അപ്പോൾ ഇഷ്യൂഡ് ചെക്ക്. അപ്പോൾ എന്തായിരുന്നു? നമുക്ക് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, അതാണ് ബൈ പർച്ചേസ് 3000 വന്നത്. നെക്സ്റ്റ് 19th കഴിഞ്ഞാൽ 20th ആണ്. 20th വി പെയ്ഡ് ടെലിഫോൺ ചാർജസ്. ടെലിഫോൺ ചാർജ് ചെറിയ എമൗണ്ടാണ്. അത് നമ്മൾ ഫ്രം അവർ ക്യാഷ് ബോക്സ് നമ്മൾ കൊടുത്തു. അപ്പോൾ ക്യാഷിനാണ് എന്ത് വരേണ്ടത്? ക്രെഡിറ്റ് വരേണ്ടത്. അവിടെ എഴുതുന്നത് ടെലിഫോൺ ചാർജസ് നമുക്ക് എക്സ്പെൻഡിച്ചറാണ്. ടെലിഫോൺ ചാർജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ബൈ ടെലിഫോൺ ചാർജസ് 100. 20th കഴിഞ്ഞാൽ നെക്സ്റ്റ് 23rd ആണ്. 23rd നമ്മൾ അഹമ്മദ്, ഹീസ് എ ക്രെഡിറ്റർ ടു അസ്. നമ്മളെ ഒരു ക്രെഡിറ്ററാണ്, ഒരു സപ്ലയറാണ്, അയാൾക്ക് നമ്മൾ പണം കൊടുക്കാനുണ്ട്. അപ്പോൾ അഹമ്മദ് ഡെറ്റർ ടു എന്താണ് കൊടുത്തത്? നമ്മൾ ചെക്കാണ് കൊടുത്തത്. അഹമ്മദ് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ ബൈ അഹമ്മദ് 700. ഇനി അത് കഴിഞ്ഞാൽ 24th 24th ഇതുപോലെ തന്നെ വീണ്ടും ഒരു സെയിൽസ് നമ്മൾ നടത്തുകയാണ്. ആൻഡ് വി ഗോട്ട് മണി ഓർ ദ മണി ഈസ് ട്രാൻസ്ഫേർഡ് ടു അവർ ബാങ്ക്. നോ, ഇറ്റ് ഈസ് ഫോർ ക്യാഷ്. ക്യാഷ് സെയിൽസ് ആണുള്ളത്. അത് ബാങ്ക് നമ്മൾ ബാങ്ക് ചെക്കല്ല തന്നത്, അല്ലെങ്കിൽ ബാങ്കിലേക്ക് അല്ല പണം വന്നത്, ക്യാഷിനാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് 1900 നമ്മുടെ കൈവശം വന്നു. ക്യാഷ് കോളത്തിലാണ് കാണിച്ചിരിക്കുന്നത്. 24th കഴിഞ്ഞാൽ പിന്നെ 27th ആണ്. 27th വി പർച്ചേസ്ഡ് ഓർ വി ബോട്ട് എ ന്യൂ മെഷീനറി. അതിന് നമ്മൾ ചെക്കാണ് ഇഷ്യൂ ചെയ്തത് 4000. അതുകൊണ്ട് ന്യൂ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, അതാണ് ബൈ ന്യൂ മെഷീനറി എന്ന് വന്നുകൊണ്ട് 4000 ബാങ്ക് അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് വന്നത്. നെക്സ്റ്റ് 27 കഴിഞ്ഞാൽ നമുക്കറിയാം 28th അനദർ ക്രെഡിറ്റർ രാജു. then he has to be paid money 500 rupees, and then he may be a creditor, or we paid money, or we paid check, or we issued check to Raju on any account. We issued check to Raju, and then Raju's account debtor to bank. So by Raju's account 500 rupees. അത് ബാങ്ക് കോളത്തിൽ. നെക്സ്റ്റ് നമ്മൾ 31 എന്ത് ചെയ്തു? നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്തു 600 രൂപ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 600.
ഇവിടെ ബൈ ബാങ്ക് എന്ന് എഴുതിയിട്ട് നമ്മളിവിടെ ഇരുന്നും ക്യാഷ് കോളത്തിൽ ഇതും ഒരു കോൺട്രാക്റ്റിയാണ്. കാരണം ബാങ്കിലേക്ക് പണം നിക്ഷേപിച്ചതാണ്. ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. അപ്പോൾ ടു ക്യാഷ് എന്നെഴുതി ബാങ്ക് കോളത്തിൽ, ബൈ ബാങ്ക് എന്നെഴുതി ക്യാഷ് കോളത്തിൽ. ഇത് നോക്കുക. നെക്സ്റ്റ് 31(7) ഒരു ബാങ്ക് ചാർജസ്. നമുക്കറിയാം ബാങ്ക് ചാർജസ് എപ്പോഴും ആര് ഈടാക്കുന്നത്? ബാങ്ക് ഈടാക്കുന്നതാണ്. അതുകൊണ്ട് ബാങ്ക് ചാർജ് നമുക്ക് ബാങ്കിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും. നമുക്ക് ബാങ്ക് ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ എക്സ്പെൻഡിച്ചർ. എൻട്രി ചെയ്താണ് ബാങ്ക് ചാർജ് അക്കൗണ്ട് അറ്റ് ബാങ്ക്. അപ്പോൾ ബൈ ബാങ്ക് ചാർജ് 26 അത് കഴിഞ്ഞു. നമ്മൾ 31 ഇതും കഴിഞ്ഞു. നമ്മുടെ ബാലൻസ് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ക്യാഷ് അക്കൗണ്ട് എപ്പോഴും കാണിക്കുന്നത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓവർ ഡ്രാഫ്റ്റ് ഇല്ലെങ്കിൽ ബാങ്കും കാണിക്കുന്നത് എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. നോക്കുമ്പോൾ നമുക്ക് ഓൺ 1798 നമുക്ക് 9,670 ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ക്ലോസിംഗ് ബാലൻസ് 2,600 ക്യാഷ് ബാലൻസ് ഉണ്ട്, 2,814 ബാങ്ക് ബാലൻസും ഉണ്ട്. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹൗ വി പ്രിപ്പയർ ക്യാഷ് ബുക്ക്? ഇത് നമുക്ക് ഫ്രം ദിസ് എക്സാമ്പിൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് how when we come across a cash transaction, ഒരു ട്രാൻസാക്ഷൻ കാണുമ്പോൾ അതെങ്ങനെ ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യണം എന്നുള്ളത് റിപ്പീറ്റായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആഫ്റ്റർ ലേണിംഗ് ദിസ് വി ഹാവ് ടു പ്രിപ്പയർ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ മാസവും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ ദിവസവും, ചില വലിയ ഓർഗനൈസേഷൻ എല്ലാ ദിവസവും തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ട്രാൻസാക്ഷൻ ഒരുപാടുള്ളപ്പോൾ തീർച്ചയായിട്ടും തെറ്റുകൾ വരാൻ സാധ്യതയുള്ളതാണ്. സോ ബാങ്ക് ട്രാൻസാക്ഷൻസ് നമുക്ക് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്, എക്സാമിൻ ചെയ്യേണ്ടതുണ്ട്. അതിന് ബാങ്ക് റിക്കൺസിലിയേഷൻ പഠിക്കേണ്ടതുണ്ട്. അതിന് തീർച്ചയായിട്ടും നമുക്ക് എന്തറിയണം? ക്യാഷ് ബുക്ക്, വാട്ട് ഈസ് മെൻ ബൈ ക്യാഷ് ബുക്ക്, ഹൗ ഇറ്റ് ഈസ് പ്രിപ്പയർഡ്, ഓൾ ദീസ് തിങ്സ് വി ഷുഡ് നോ. So in the next class we will take bank reconciliation. So I think that you have understood all these things. Okay, thank you very much.